നമസ്കാരം. ആനന്ദ് ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങളിലായി പി.സി. ജോർജ് എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയക്കാരനെ കാണുവാനില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞു. അദ്ദേഹം അപ്പോഴും പറയുന്ന ഒരേ ഒരു വാക്ക് പിണറായി ഡിസംബറിന് മുമ്പ് അറസ്റ്റിലാകും എന്ന് തന്നെയാണ്. ലാവ്ലിൻ കേസിൽ സർക്കാർ ഇതുവരെ ചെലവഴിച്ചത് 42 കോടിയാണ് എന്ന് കൂടി പരാതി പറയുകയാണ് പി.സി. ജോർജ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ലാവ്ലിൻ കേസിൽ ഡിസംബറിന് മുൻപ് അറസ്റ്റിലാകുമെന്നുള്ള പി.സി. ജോർജിൻ്റെ വാദം ശരിയാകുമോ ശരിയാകില്ലേ എന്ന് കണ്ടറിയാം. നവംബർ അവസാനം വരെ കേസിൽ പിണറായിയെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് തന്നെയുണ്ട്. ഡിസംബറിന് മുമ്പ് പിണറായി അറസ്റ്റിലാകുമെന്നും ജയിൽ പോകുമെന്നും പി.സി. ജോർജ് പറയുന്നുമുണ്ട്. ലാവ്ലിൻ കേസ് നീട്ടിക്കൊണ്ടുപോകുന്നത് കോടതിയാണ്. അഭിഭാഷകരെ കേരള സർക്കാർ മാറ്റി വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുവരെ ഏകദേശം 42 കോടി രൂപ കേരള സർക്കാർ ഈ കേസിനായിട്ട് ചെലവഴിക്കുകയും ചെയ്തു. ഇത് വലിയ തെറ്റാണെന്ന് കൂടി ഓർമ്മിപ്പിക്കുവാനുള്ള ഒരു ശ്രമം കൂടി പി.സി. ജോർജ് നടത്തുന്നുണ്ട്. പി.വി. അൻവറിനെതിരെയും പി.സി. ജോർജ് കടുത്ത വിമർശനം ഉന്നയിച്ചു. മുഖ്യമന്ത്രിയും പി.വി. അൻവറും കാട്ടുകള്ളന്മാരാണെന്ന് ആരോപിച്ച പി.സി. ജോർജ് അൻവറിൻ്റെ ആരോപണങ്ങളിൽ CBI അന്വേഷണം നടത്തണമെന്ന് കൂടി ആവശ്യപ്പെടുന്നുണ്ട്. അൻവറിൻ്റെ ആരോപണങ്ങളെല്ലാം ശരിയാണ് എന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കും CPM-നുമെതിരെ വർഷങ്ങളായി നിലനിൽക്കുന്നതാണെന്നും പി.സി. ജോർജ് അഭിപ്രായപ്പെടുന്നുണ്ട്. മലപ്പുറത്താണ് സംസ്ഥാനത്തെ 98% സ്വർണ്ണക്കടത്ത് കേസുകൾ നടക്കുന്നത്. എല്ലാം അറിയാമായിരുന്നിട്ടും അൻവർ എന്തുകൊണ്ട് ഇത് നേരത്തെ വെളിപ്പെടുത്തിയില്ല എന്നുകൂടി പി.സി. ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കാണാനില്ലാതെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് പോലെ തോന്നിച്ച ഒരു വ്യക്തിത്വമാണല്ലോ പി.സി. ജോർജ്. പലപ്പോഴും പ്രതിപക്ഷ തിരുത്തലുകൾ നടത്തി മുന്നോട്ട് വരാറുള്ള പി.സി. ജോർജ് പക്ഷേ കുറച്ചു നാളായി മുൻപിൽ വരാറില്ല. കാരണം ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ ഇല്ലാതെ BJP-യോടൊപ്പം സഹയാത്രികനായി സഞ്ചരിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമാണ്, അതിൻ്റെ തിക്താനുഭവമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള പി.സി. ജോർജ് വീണ്ടും പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി ഡിസംബറിൽ അറസ്റ്റിലാവുമെന്ന വാർത്തയുമാണ്. ഇതിലെന്ത് ശരി എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം 38ഓളം പ്രാവശ്യം മാറ്റിവെക്കപ്പെട്ട ഒരു കേസാണ് ലാവ്ലിനുമായി ബന്ധപ്പെട്ട് വരുന്നത്. ആ ലാവ്ലിൻ കേസിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു തീരുമാനം ഉണ്ടാകുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. ഈ നവംബർ വരെ എന്തായാലും മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഡിസംബറിലായിരിക്കുമെന്ന് പറയാൻ മാത്രമാണ് ഇപ്പോൾ പി.സി. ജോർജിന് കഴിയുന്നത്. പക്ഷേ അതേസമയം നവംബറിൽ വീണ്ടും ഇത് സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ അന്നും ഈ കേസ് പിണറായി വിജയന് അനുകൂലമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുകയാണെങ്കിൽ പി.സി. ജോർജിൻ്റെ വാദങ്ങളൊക്കെ അതോടുകൂടി ഇല്ലാതാകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പക്ഷേ ഇവിടെ പി.സി. ജോർജ് ഉന്നയിക്കുന്ന വാദങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശരിയുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അത് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ 39 പ്രാവശ്യവും എന്തുകൊണ്ടാണ് ലാവ്ലിൻ കേസ് മാറ്റിവെക്കപ്പെട്ടത് എന്നൊരു ചോദ്യം പൊതുസമൂഹത്തിന് മുന്നിലുണ്ടാകും. മാത്രമല്ല ലാവ്ലിൻ കേസിന് വേണ്ടി ചിലവഴിച്ചു എന്ന് പി.സി. ജോർജ് അവകാശപ്പെടുന്ന 48 കോടി രൂപ അതെന്തിനു വേണ്ടി ചിലവഴിച്ചു എന്നുകൂടി ഈ സർക്കാർ പറയേണ്ടി വരും.